ഹായ് ഡിയർ ഫ്രണ്ട്സ്, എങ്ങനെയുണ്ടായിരുന്നു ഷാർക്കിൻ്റെ കൂടെ, വലിയ ഷാർക്കിൻ്റെ കൂടെ നീന്തിയത്, അതുപോലെ ചാളക്കൂട്ടങ്ങളുടെ ഒപ്പം നീന്തിയത്, കടലാമയുടെ ഒപ്പം കടലിൻ്റെ അടിത്തട്ടിപ്പ് നീന്തിയത് കണ്ടില്ലായിരുന്നു? ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലൊന്നും പറയണ്ടല്ലോ. ഞാൻ ഹാരിസ് അമീർ അലി. എൻ്റെ നാടായ മാളയിലല്ല, ഫിലിപ്പൈൻസിലാണ്. ഫിലിപ്പൈൻസ് സീരീസ് വീഡിയോസിൽ നിങ്ങൾ തരുന്ന സപ്പോർട്ടിന് ഹൃദയം നിറഞ്ഞ നന്ദി. ധാരാളം എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പലരും ട്രാവൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങൾക്കും ഫിലിപ്പൈൻസിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോസാണ് നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫിലിപ്പൈൻസിലെ സെബുവിൽ നിന്ന് ഞാനിപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് ക്ലാർക്കിലേക്ക് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ബൈ ഫ്ലൈറ്റാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസത്തെ യാത്രകളിൽ അധികവും നമ്മൾ ഓരോ ഐലൻഡിലേക്ക് മറ്റേ വലിയ ബോട്ടിൽ ഫെറി സർവീസാണ് യൂസ് ചെയ്തതെങ്കിൽ ഇന്നിപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റിലാണ് പോകുന്നത്. ഇനി നമ്മളിപ്പോൾ തായ്ലൻഡിലെ പട്ടായൊക്കെ പോലെ ഏറ്റവും അടിച്ചുപൊളി നൈറ്റ് ലൈഫുള്ള ഒരു ഏരിയ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്, ഏഞ്ചലസ് സിറ്റി. അപ്പോൾ അതിന് മുമ്പ് അങ്ങോട്ടുള്ള കാഴ്ചകൾ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും. രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ വണ്ടിയിലെ ട്രാഫിക്കിൽ നിർത്തിയ സമയത്ത് എൻ്റെ ബാക്കിലുണ്ട് ഒരു ഫാമിലി പോകണുണ്ടല്ലേ, ഇതേ ഷർട്ട് തന്നെയാണ് കേട്ടോ ആ ചേച്ചി ഇട്ടേക്കണത്. ഇതെങ്ങനെ വന്നെന്നുള്ളതാണത്. ഫിലിപ്പൈൻസിലെ ട്രാഫിക് ഒരു രക്ഷയിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടൂർ വരുന്നവർ ലാസ്റ്റ് മിനിറ്റൊക്കെ ഇറങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് മിസ്സായാൽ കമ്പനി ഉത്തരവാദികളെല്ലാം കൂടി ഇവിടെ തന്നെ പറയണത്. അപ്പോൾ അത് എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു? ഒന്നും പറയാൻ പറ്റത്തില്ല, നല്ല ഉഗ്രൻ ഇതായിരുന്നു. ആ സ്വിമ്മിങ് വിത്ത് ഷാർക്ക്, അതൊരു വല്ലാത്ത, ഇത്രയും ഷാർക്ക് അടുത്ത് ഞാൻ ഇത്രയും കണ്ടിട്ടുമില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരാണെങ്കിൽ ശരിക്കും അമേരിക്കയിൽ ഇഷ്ടംപോലെ ഷാർക്ക് ഉള്ളതാണല്ലോ. ഫസ്റ്റ് അതിന്റെ അടുത്തോട്ട് പോയാൽ ശരിയാവും. എപ്പോഴും യൂട്യൂബിലൊക്കെ കാണാം അമേരിക്കയിൽ ഒന്ന് കാല് കടിച്ചിട്ട് കൈ അടിച്ചിട്ടോ ഇതൊക്കെ ഉള്ളത്. ഇന്നലെ പക്ഷെ നമ്മൾ ആദ്യം അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ നമ്മൾ വിചാരിക്കും ഒരു മെക്കാനിക് ആണെന്ന്, അല്ലയോ? ഒരു മെക്കാനിക് പോലെ ഇങ്ങനെ ഒരാളെ ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്ന പോലെ തോന്നും. പക്ഷെ എല്ലാരും അതിന്റെ തൊട്ട് മേളിലും താഴെ എല്ലാം പോകുന്നുണ്ട്. അതിന് ഒരു ശല്യമില്ല. അതിങ്ങനെ വാ തുറന്ന് തിന്നോണ്ട് ഇങ്ങനെ പോകുന്നു. നമ്മള് അല്ല കഴിക്കുന്ന, അതിന്റെ ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ. എനിക്ക് നമ്മുടെ ബ്ലഡേ അതിന് വേണ്ട. ഇത് നമ്മുടെ ബ്ലഡ് ഓൾറെഡി നല്ല ഫുഡ് കിട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഈ എല്ലുമേതൊക്കെ നിനക്ക് അടിച്ചു പറയാൻ നിൽക്കണത്. അത് നല്ല ഇതായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടാമത് പോയത് സ്വിമ്മിങ് വിത്ത് പിന്നെ അതെ ചാള, പിന്നെ ടോഡൽസിന്റെ തൊട്ടടുത്ത് പോയപ്പം ഹാരിസ് എന്റെ ഒരു വീഡിയോ എടുത്തില്ലായിരുന്നോ? ഞാൻ ഇങ്ങനെ അത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നില്ല, എന്റെ താടിയിൽ കൂടി ഇങ്ങനെ വരുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടായിരുന്നു. പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് രാത്രിയിൽ എക്സ്പീരിയൻസ് ചെയ്തുള്ളൂ. നമ്മള് വായിക്കൂടെ ആപ്പറാറസ് ബ്രീത്ത് ചെയ്തുകൊണ്ട് ഡ്രൈ ആയിട്ട്, തൊണ്ട ഡ്രൈ ആയിട്ട് കുറച്ചു നേരം അതേ ഉള്ളായിരുന്നു. അത് കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇടുവായിരുന്നുണ്ട്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈം സ്നോർക്ലിംഗ്. അച്ചായ സ്നോർക്ലിയുടെ കാഴ്ച കണ്ടില്ലേ? അപ്പൊ ആള് സത്യം പറഞ്ഞാല് മടി പിടിച്ച് നിന്നത്. മടിയിൽ അങ്ങനെയല്ല, വേണ്ടാന്ന് കരുതിയിട്ടായിരുന്നു. പക്ഷെ ഇറങ്ങിയപ്പോ ആർക്കും ചെയ്യാം. നമ്മൾ ഈ കാണുമ്പോൾ ഇത്രയും വലിയ ഷാർക്കിനോടൊപ്പം ഡൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്രയും വലിയ എന്താ പറയുക ആമയുടെ കൂടെ ഡൈവ്, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഡീപ് സീയിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എല്ലാവരും നമ്മളെ തേടി വരും. അപ്പോൾ ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ എന്നെ ഞെട്ടിച്ചെടുത്തിയ ഒരു ഷാർക്ക് അല്ലെങ്കിൽ 1-2 ഷാർക്ക് കൊണ്ട് മാത്രം ജീവിക്കണത്. സാധാരണ നമ്മൾ കടലിൽ പോയി മീൻ പിടിച്ച് വിറ്റ് ജീവിക്കാറുണ്ട്. ഇത് ഒരു ഗ്രാമം മൊത്തം ഈ ഷാർക്കിന്. അപ്പൊ എന്താ പറയാ, ഒരു 5:30 മണിക്ക് അവരൊന്ന് കൊണ്ടുവരും അല്ലെ, കടലിൽ നിന്ന് കയറി വരുവൻ. 5:45 ബ്രീഫിംഗ് തുടങ്ങും. അത് തൊട്ട് 11 മണി വരെ ഉള്ളൂ ഇവനോടെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഫുഡ് അടിച്ച് കടലിലേക്ക് പോകരുത്. എങ്ങാനും ഒരു ദിവസം ഷാർക്ക് പണങ്ങിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ കഴിഞ്ഞു. അവരെ എത്ര പേരെ പണി പോകുന്നത്, എത്ര സ്റ്റോറുകള്, റെസ്റ്റോറന്റുകള്, ടീഷർട്ട്സ് സ്ഥാപനങ്ങള്, അതുപോലെ ഗൈഡ്സ് അല്ലേ? ഗൈഡ്സാ, നല്ല ഫ്രണ്ട്ലി ഗൈഡ്സാ. ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണില്ലേ ഇതുപോലെ ഒരു ബോട്ടിൽ, ഇപ്പൊ നിങ്ങൾ ഈ ഡ്രോൺ ഷോട്ടിൽ കണ്ടുകൊണ്ടിരിക്കണ ഇതുപോലെ ഒരു ബോട്ടില് ആള് ഈ ഷാർക്കിന് ഫീഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഷാർക്ക് അതിന്റെ ചുറ്റുവട്ടത്തും ഇത് തിന്നിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാർ അതിന് ചുറ്റും നീന്തിക്കൊണ്ടിരിക്കും. ഷാർക്കിന് വയറ് നിറച്ച് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും വേണ്ട. അപ്പോ ഇപ്പൊ അതിന് ഉദാഹരണം ഞങ്ങൾ രണ്ടാളും ഇരിക്കണത് അതിന്റെ അടുത്തവരെ ഞങ്ങൾ. അപ്പൊ ഇവിടത്തെ ആൾക്കാർ ചെറുതാണ്. അപ്പൊ ഷാർക്ക് വിചാരിച്ചിട്ടോ ഈ ചെറിയവരൊക്കെ എന്തിനാ തിന്നണേന്ന്. അതിന് പകരം ഞാനെടുത്ത് ചാടിയത് ഈ 10-350 കിലോ ഉള്ളവർ ചാടിക്കഴിഞ്ഞാൽ കുശാലായി ചോദിച്ചു. പക്ഷെ ഷാർക്കിന് നമ്മളെ പോലും വേണ്ട. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത് യൂറോപ്യൻസ്, അമേരിക്കൻസിനെക്കാളും കൂടുതൽ, ഇന്ത്യൻസിനെക്കാളും കൂടുതൽ നമ്മൾ കണ്ടത് യൂറോപ്യൻസും പിന്നെ ഇവിടുത്തുള്ള ലോക്കൽ ആൾക്കാരും പിന്നെ കൊറിയൻസ്. ഇഷ്ടംപോലെ കൊറിയൻസ് ഉണ്ടായിരുന്നു. അവരായിരുന്നു ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ട് നിന്നത്. അതെ, ഇന്ത്യക്കാർ വരാൻ പോകണുള്ളൂ. ഈ വീഡിയോസ് കാണുന്ന ഇനി നോക്കിക്കോട്ടെ. ഇനി വന്ന സമയത്ത് മൊത്തം മലയാളികളായിരിക്കും അവിടെ.
ഷാർക്കിനെ പറയും മലയാളികളെ കൊണ്ട് തോറ്റല്ലോ എന്നുള്ളത്. ഇനി ഈ നമ്മുടെ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നിലവിലുള്ളവർ ആര് ഷാർക്കിനെ തൊടാണ്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ആൾക്കാർ പോയി എന്താണ്ടാവും അറിയുന്നത്, ഷാർക്കിനെ ഇക്കിളിയാക്കിയാക്കി കൊല്ലും. അപ്പൊ ഇതൊക്കെ രസമായിട്ടുള്ള കാഴ്ചയാണ്. ഞങ്ങളിത് ഇപ്പൊ ഇവിടെ സെബു എയർപോർട്ടിലേക്ക് പോകുന്നു, ഇനി ഇവിടെ നിന്ന് ക്ലാർക്കിലേക്കും. ഇനി ഇത്രയും ദിവസം നിങ്ങൾ കടൽ കാഴ്ചകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി നല്ല അടിപൊളി നൈറ്റ് ലൈഫ് കാഴ്ചകളും സംഭവബഹലമായിരിക്കും കാണുക. വെറൈറ്റി ഫുഡുകൾ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു 45 മിനിറ്റ്സ് നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടോ. ഡൊമസ്റ്റിക് അതിൻ്റെ പേരിൽ കുറച്ച് വൈകിയതിൻ്റെ പേരിലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങളെപ്പോഴും ഓൾവേസ് നാട്ടിലെ പോലെ പരീക്ഷിക്കാൻ നിൽക്കരുത്. ഇതായിരുന്നു നമ്മുടെ സ്പൾബർഗ് ചേട്ടൻ കേട്ടോ. യെസ്, കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ സ്പൾബർഗ് ഇദ്ദേഹമായിരുന്നു. ഒരു രക്ഷയില്ലാട്ടാ. മറ്റേ ഷൂമാക്കർ റേസിന് വണ്ടി ഓടിക്കണ പോലെയാണിത്, കാർ റേസിന്. ഞങ്ങളെ പരിപ്പെടുത്ത് വണ്ടിയിലിട്ടിട്ട് ഈ അമ്മ അതിൽ ഓടിക്കലായിരുന്നു. മൂപ്പര് തലയിൽ മുടിയിലാന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ പറപ്പിക്കും. അച്ഛാവസരം പറഞ്ഞ് ഇവരോട് സ്പീഡ് കുറച്ച് പോകാൻ പറയാനായിട്ട് ഇതിനകത്ത്. അപ്പോൾ അതായത് നമ്മുടെ ഡ്രൈവർ സ്പൾബർഗ് ചേട്ടനോട് യാത്ര പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നു. യെസ്, ഓക്കെ, താങ്ക് യു. എയർപോർട്ടിലേക്ക് വരുമ്പോഴേ ധാരാളം സോവനീഴ്സൊക്കെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നുള്ളതാണ് ടൂറിസ്റ്റുകൾ. അപ്പോൾ ഇവിടെ നിന്നൊക്കെ ഷോപ്പ് ചെയ്യാനൊക്കെ ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഷോപ്പിങ്ങിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണങ്ങൾ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമാണല്ലോ പ്രധാനം എന്ന് ഞാൻ പറയില്ല. പക്ഷെ എന്നിരുന്നാലും ഇവിടുത്തെ ഭക്ഷണം പ്രധാനപ്പെട്ടതാണ്. ഇതേ കണ്ടുപോയി പോർക്ക് രാവിലെ തന്നെ ഫുൾ പോർക്കിനെ അങ്ങോട്ട് റെഡിയാക്കി വെച്ചേക്കാണ്. കാരണം ഇവിടുത്തെ മെയിൻ ഭക്ഷണം അതിൻ്റെ പേരിൽ തന്നെ. യെസ്, ഒന്നും പറയാനില്ല. അപ്പോൾ ഹോട്ടലിൽ നിന്ന് വയറുവെച്ച് ഭക്ഷണം കഴിച്ച് വരാം. ഇനി കഴിക്കാൻ സമയം കിട്ടാത്തവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കാം. അതുപോലെ തന്നെ മ്യൂസിക് ഉപകരണങ്ങൾ, ഇതിനെന്താ പറയുക കണ്ടേ, 2500 ബസ്. അതായത് നാട്ടിലൊരു 3500-4000 രൂപ മുതലുള്ള സംഭവങ്ങൾ, 5000 രൂപ വരെയിൽ നല്ല നല്ല സംഭവങ്ങൾ. ഇതിനെന്താ പറയുമോ, ഗിറ്റാറല്ലല്ലോ, അതിനൊരു പേരുണ്ടല്ലോ, ഞാൻ വിട്ടുമില്ല. അയ്യോ, അറിയാവുന്ന ഒരു വീഡിയോ ആണ്, താഴെ നിന്ന് കമൻറ്റ് ചെയ്യണോട്ടോ. ഫിലിപ്പൈൻസിൻ്റെ അതിമനോഹരമായിട്ടുള്ള ഫോട്ടോസും കൂടിയൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല മനോഹരമായിട്ടുള്ള സംഭവങ്ങൾ, ബോർഡുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല ഫോട്ടോസ് എടുക്കാവുന്ന രീതിയിൽ കുറേ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ലാസ്റ്റ് വൈകി എത്തിയതിൻ്റെ പേരിൽ അതിനൊന്നും നിൽക്കുന്നില്ല, ഇതൊക്കെ ഓടിച്ച് കാണിച്ച് പോകുന്നു. ഇതാണ് സെബു എയർപോർട്ടിൻ്റെ ഉൾവശം, ഡൊമസ്റ്റിക് സൈഡാണ് കേട്ടോ ഈ കാണുന്നത്. ഇതേ കണ്ടില്ല, ഒരുപാട് വ്യത്യസ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭയങ്കര കളർഫുള്ളാണ്, ഒന്നും പറയാനില്ല. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡ്രൈ ഫുഡുകൾ ഇവിടുത്തെ ഫേമസ് ആണ് കേട്ടോ. അതായത് മാങ്ങയായാലും ഉണക്കമീനായിരുന്നാലും തേങ്ങയായിരുന്നാലും ഒരുപാട് സംഭവങ്ങൾ ഡ്രൈ ഐറ്റംസാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഉണക്കമീൻ മുതൽ ഇത് കണ്ടില്ലേ, നമ്മുടെ പഴം ഉണ്ടല്ലോ, പഴമൊക്കെ ഇത് എള്ളു മുക്കിയിട്ട് ഇതേ വെച്ചേക്കണം. ഇതൊക്കെ നോക്കിയേ കണ്ടില്ലേ, വാഴപ്പഴം പൊരിച്ച് വെച്ചേക്കണം കേട്ടോ. യെസ്, റോബസ്റ്റ് പഴം വരെ പൊരിക്കും. നമ്മുടെ നാട്ടിൽ റോബസ്റ്റ് പഴം ഒന്നും പൊരിക്കാറില്ല കണ്ടില്ലേ. പക്ഷേ ഇവിടെ നിന്ന് കഴിഞ്ഞാലേ നമ്മുടെ ഇത് പോകും, നമ്മുടെ ചെക്കിൻ കൗണ്ടറിലേക്ക് ചെല്ലേണ്ട കാര്യങ്ങളുണ്ട്. യെസ്, ഇവിടെ വന്നപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വെള്ളത്തിലൊക്കെ ഉപയോഗിച്ച ഡ്രസ്സൊക്കെ വന്നപ്പോൾ ഇത്തിരി വെയിറ്റ് കൂടി. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ വേറെ ഒരു ഡ്രൈ ബാഗിൽ പാക്ക് ചെയ്ത് അതിൻ്റെ കൂടെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു പീസ് അലൗഡുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് അടുത്ത ഇവിടെ കൗണ്ടറിൽ വന്നിട്ട് 2 ബാഗും കൂടി ഒന്നിച്ച് റാപ്പ് ചെയ്ത്. കുഴപ്പമില്ലല്ലോ, അല്ല തെറ്റ് പറയാനുണ്ടോ? അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ 2 പീസാകുമ്പോൾ ഒരു പീസിന് എക്സ്ട്രാ പ്ലസ് വെയിറ്റിൻ്റെ ചാർജ് 10 കിലോ വേറെ എന്താ ചെയ്യുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇത്തരം റാപ്പിങ്ങൊക്കെ ഭയങ്കര ഗുണകരമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നഷ്ടമാണ്. ആവശ്യമെങ്കിൽ മാത്രം മതി കേട്ടോ റാപ്പിങ്. എല്ലാ എയർപോർട്ടിലും ലോകത്തിൽ റാപ്പിംഗ് സൗകര്യങ്ങളൊക്കെ കാണും, പക്ഷേ അത് നിർബന്ധമില്ല. സെക്യൂരിറ്റി പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലിപ്പോൾ കൊച്ചി എയർപോർട്ടിലൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ തനത് കേരളീയ സംഭവങ്ങളൊക്കെ വിൽക്കാൻ പറ്റിയിട്ടില്ലേ, സോനീഴ്സും മറ്റൊക്കെ. അതുപോലെ ഇവരുടെ വെച്ചിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ, ഒരു രക്ഷയില്ല ഫിലിപ്പൈൻസിൽ. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരുന്ന സമയത്ത് കാര്യമായിട്ട് ഷോപ്പിംഗ് നടന്നില്ല എന്നുണ്ടെങ്കിൽ എയർപോർട്ടിൽ എത്തിയാലും നല്ല രീതിയിൽ തന്നെ ഷോപ്പ് ചെയ്യാൻ പറ്റും. സംതിങ് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട്. നല്ല ടീഷർട്ടുകളും ബാഗുകളും ഫുഡ് ഐറ്റംസും ഒക്കെ ആയിട്ട് ഫിലിപ്പൈൻസിൻ്റെ തനത് ഐറ്റംസ്, എന്തിനധികം ഇവരെ തനത് നാടൻ വാറ്റ് വരെ ഇവിടെ കിട്ടുമെന്നുള്ളതാണ് പ്രത്യേകത. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ഡൊമസ്റ്റിക്കിൽ ആൽക്കഹോളൊന്നും മേടിക്കാൻ പറ്റാറില്ല. ഇവിടുത്തെ ഡൊമസ്റ്റിക്കിലൊക്കെ ഇത് ആൽക്കഹോളൊക്കെ ഡ്യൂട്ടി ഫ്രീ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാക്കിൽ ഒരുപാട് ചോക്ലേറ്റ്സ്, സ്വീറ്റ്സ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സംഭവ ബഹുലമാണ് എയർപോർട്ട് കേട്ടോ. അതുപോലെ ഒരുപാട് നല്ല ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഷോപ്പുകളൊക്കെ കാണാൻ പറ്റും. നമുക്കൊരു വികാരമാണ് അതല്ലേ, ഇങ്ങനൊരു ബോർഡ് കണ്ട് വെറുതെ ഒന്നും മേടിക്കാനിരിക്കില്ല, ഒന്ന് കയറി ഇറങ്ങി വരാൻ തോന്നും. ഒരു കാര്യം ആവശ്യം ഉണ്ടാവില്ല. എന്നിരുന്നാലും
അതിന് അത് ഇതൊക്കെ നുള്ളി പറക്കിയിട്ട് നമ്മൾ എടുക്കും എന്നുള്ളതാണ് എൻ്റെ അതിലും മക്കളുടെ അതിലൊക്കെ പ്രശ്നം. നിങ്ങൾക്കും അത്തരത്തിലുള്ള അനുഭവങ്ങൾ കാണും അല്ലേ? അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ് ഇതവിടെ കമൻറ്റ് ചെയ്യട്ടോ. ഇത് ഇടയ്ക്കിട്ട് കമൻറ്റ് ചെയ്യുന്ന പറയാൻ കാരണം ഒരു കമൻറ്റ് വരാനും അതുപോലെ നിങ്ങളൊന്ന് ഓർമ്മിപ്പിക്കുമ്പോഴാണല്ലോ ഇതിൻ്റെ അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, കാണുന്ന കാഴ്ചകൾ. കുറേ ടോയ് ഐറ്റംസൊക്കെ പണ്ട് ഇങ്ങനെ ഒത്തിരി ടോയ് കാറുകൾ എവിടെ പോയിരുന്നാലും മോന് വേണ്ടി കാറുകൾ മേടിച്ച് കൊണ്ടുപോകില്ലായിരുന്നു പണി. പിന്നീട് അവനോട് പറഞ്ഞു എനിക്ക് കാറ് മേടിച്ച കാശ് നീ ഒറിജിനൽ ഒരു കാറ് തന്നെ മേടിക്കായിരുന്നു. ഇന്നാ വലുതായപ്പോൾ വന്നിപ്പോൾ നമ്മുടെ കാറും കൊണ്ട് കിടക്കുമ്പോൾ നമുക്ക് കാറ് കിട്ടാനില്ല എന്നുള്ള അവസ്ഥയും. എന്താല്ലേ, അതൊക്കെയാണ് കാര്യങ്ങൾ. അതൊരു സന്തോഷമുള്ള ജീവിതത്തിൽ. അങ്ങനെ നമ്മളിത് ബോർഡിംഗ് പ്രൊസീജിയറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തത് ഫ്ലൈറ്റിലേക്ക് കയറുന്നു. സെബു പസഫിക്കിൻ്റെ ഫ്ലൈറ്റുകൾ നിരനിരയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അപ്പോൾ നമ്മളിനി ക്ലാർക്കിലേക്കുള്ള യാത്ര. ഫ്ലൈങ് ടൈമൊക്കെ കുറവാണ്, പക്ഷേ ഒരുപാട് പുതുമകളുള്ള അനുഭവങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. അതുപോലെ എടുത്ത് പറയുന്നത് വെച്ചാൽ മിഡിൽ ഈസ്റ്റിൻ്റെ എല്ലാ വശത്തുനിന്നും ഇഷ്ടംപോലെ ഫ്ലൈറ്റുകൾ, ഖത്തർ എയർവേസ്, എമിറേറ്റ്സ്, ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ ഇങ്ങോട്ട് സർവീസ് നടത്തുന്നുണ്ടെന്നുള്ളതാണ് കേട്ടോ. ഈ സൈഡിൽ മൊത്തം ATR ഫ്ലൈറ്റുകളുണ്ട് സെബു പസഫിക്കിൻ്റെ. എന്ന് വെച്ചാൽ ഓരോരോ ഐലൻഡുകളിലേക്കുള്ള വിമാനങ്ങളാണ് അധികവും. ഒരു കാര്യം ശ്രദ്ധിച്ചത്, ഇവിടെ സീ പ്ലെയിൻ ഐലൻഡുകളാണെങ്കിൽ ഒരുപാട് സീ പ്ലെയിനുകൾ ഇവിടെ കണ്ടില്ല. സീ പ്ലെയിൻ ഉണ്ട്, ഒരുപാട് സർവീസുകൾ. പക്ഷേ അവിടെ അതിന് പകരമൊക്കെ എല്ലാം അവിടെ ATR ഫ്ലൈറ്റുകളുടെ സർവീസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ എല്ലാ ഐലൻഡുകളിലേക്കും മിക്കയിടത്തും എയർപോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വിസിറ്റ് ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും നല്ല അനുഭവം തന്നെയായിരുന്നു. അതായത് നല്ല A ക്ലാസ് ഫെറി സർവീസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് സർവീസ്. അങ്ങനെ വിമാനത്തിലേക്ക് യാത്രക്കാർ കയറിക്കൊണ്ടിരിക്കുന്നു. വേറെ യൂണിഫോം നമ്മൾ ഇൻഡിഗോയിലൊക്കെ ബ്ലൂ ആണെങ്കിൽ ഇത് യെല്ലോ ആണ് കേട്ടോ. ഇവരുടെ ഫ്ലൈറ്റിൻ്റെ പുറത്തെ കളറും യെല്ലോ ആണ്. സ്റ്റാഫുകൾ വെച്ചേക്കണം മാസ്ക് പോലും യെല്ലോ ആണ് വെച്ചേക്കുന്നത്. ഫ്ലൈറ്റിൽ നല്ല ശതമാനവും ടൂറിസ്റ്റുകൾ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിലൊക്കെ വീഡിയോ എടുക്കുന്ന സമയത്ത് ഭയങ്കര റെസ്ട്രിക്ഷൻസ്, അനാവശ്യ റെസ്ട്രിക്ഷൻ എന്താണെന്ന് നമുക്ക് പിടുത്തം കിട്ടാറില്ല. പക്ഷെ നമ്മൾ പുറത്തൊക്കെ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഫ്രണ്ട്ലിയാണ് അത്. അവർ ഭയങ്കര വെൽക്കമിങ് ആണത്. ബോർഡിങ് നടക്കുന്നു, യാത്രക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുന്നു. സെബുവിൽ നിന്ന് ക്ലാർക്ക് വരെയുള്ള ആകാശ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം. അങ്ങനെ നമ്മളിത് ക്ലാർക്കിലെത്തി. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള യാത്ര നിങ്ങൾ കണ്ടതാണ്. ഒരു 1.5 കാഴ്ച കേട്ടോ. ഫിലിപ്പീൻസ് എന്ന് അറിയാമല്ലോ, നമ്മൾ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഐലൻഡുകളാണ്. ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചു ഐലൻഡുകൾ, വലിയ 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 കൂറ്റൻ ഐലൻഡുകൾ കേട്ടോ. അതായത് നമ്മൾ മാൽദീവ്സ് എന്നൊക്കെ പറയുമ്പോൾ ചെറിയ 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 ഐലൻഡുകൾ, ഇത് വലിയ ഐലൻഡുകൾ. അത് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. പക്ഷേ വലിയ ഐലൻഡുകളുടെ നീണ്ട നിര. അങ്ങനെ നമ്മളുടെ ലഗേജൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പുറത്തിറങ്ങിയുടെ ഇങ്ങനെ നടന്നു തന്നെ വഴിക്ക് ഇവിടെ ബോർഡ് കണ്ടപ്പോഴാണ് എവിടെ നിന്നൊക്കെ ഫ്ലൈറ്റ് വന്നതെന്ന് നോക്കിയേ. നമുക്ക് അറിയാവുന്ന രാജ്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഹോങ്കോങ്ങിൽ നിന്നുണ്ട്, ദോഹയിൽ നിന്നുണ്ട്, അതുപോലെ തന്നെ ടോക്കിയോ എന്നുണ്ട്, ഒരുപാട്. അതുപോലെ ഇവിടുത്തെ പല ഐലൻഡുകളിൽ നിന്നുള്ളതുണ്ട്, ദുബൈയിൽ നിന്നുണ്ട്. ഇഷ്ടംപോലെ ഫ്ലൈറ്റുകളാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി പുറത്തിറങ്ങിയിട്ട് പുറത്തെ കാഴ്ചകളിലേക്ക്. ക്ലാർക്ക് എയർപോർട്ടിന്റെ കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത്. ഡൊമസ്റ്റിക്കും ഇന്റർനാഷണലും ചെറിയ ഒരു എയർപോർട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയത് നമ്മൾ പുറത്തു കടന്നു ജസ്റ്റ് നമ്മുടെ ഹോട്ടലിലേക്ക്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ക്ലാർക്കിലെത്തിയിരിക്കുന്നത് ബെസ്റ്റ് വെസ്റ്റേൺ ഹോട്ടലിലാണ് കേട്ടോ ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 3-4 റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒന്ന് ജപ്പാനീസ്, ചൈനീസ്, പിന്നെ അങ്ങനെ കുറേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു സജസ്റ്റ് ചെയ്തേക്കുന്നത് അതായത് ചൈനീസ് വിഭവങ്ങളായിട്ട് മല്ലടിക്കാൻ ഞങ്ങൾ പുറപ്പെടുകയായി സുഹൃത്തുക്കളെ. ലിഫ്റ്റ് കയറി 4th ഫ്ലോറിൽ ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച കണ്ടോ. ഇത് ചൈനയിലെത്തിയ പോലെ തന്നെ ഉണ്ട്. അത് ചൈനയിൽ ഇത് തന്നെയുണ്ട് അവസ്ഥ. അവിടെ നോക്കിയാൽ ഈ കളറായിരിക്കും. ഇതേ സെറ്റപ്പ് തന്നെ ഇത്. അപ്പോൾ നമ്മളിപ്പോൾ ഫിലിപ്പൈൻസിലെ ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ചൈനീസ് സ്റ്റൈലിൽ തന്നെയാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ മീനുകളൊക്കെ ലൈവ് ഉണ്ട്. ഏതിനെ നോക്കി കൈ ചൂണ്ടി കാണിച്ചാലും സ്പോട്ടിലെടുത്ത് റെഡിയാക്കി തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ കുറേ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. താറാവുണ്ട്, പോർക്കുണ്ട്, ചിക്കൻ ഉണ്ട്. ഇതെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി നമ്മുടെ താല്പര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അവരത് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇതെല്ലാം ഒറിജിനലാണ്, അല്ലാണ്ട് ഡമ്മി വെച്ചേക്കുന്നതല്ല. ഹോട്ടലിനകത്ത് വരുന്നവർക്ക് ഇത് നോക്കി പറഞ്ഞു കൊടുത്താൽ അതിൽ നിന്ന് തന്നെ ചെത്തിയെടുത്ത് തരും. നമ്മുടെ തായ്ലൻഡിലൊക്കെ പോകുമ്പോൾ ചില സ്ഥലത്ത് ഡമ്മികളൊക്കെ വെച്ചേക്കുന്ന കാണാറുണ്ട്. പിന്നെ കുറേ ഐറ്റംസ് ഉണ്ട്. ചൈനീസ് സ്റ്റൈലിലാണ് സംഭവങ്ങളൊക്കെ കാണാൻ പറ്റുന്നത്. ചൈനക്കാർ ചേച്ചിമാർ കുറേ പേര് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒപ്പം ഫിലിപ്പിനോസൊക്കെ ഉണ്ട്. ചൈനയിൽ ഇതേ രീതിയിലാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അതായത് റൗണ്ട് ടേബിൾ ആയിരിക്കും. ഇതിലായിരിക്കും മൊത്തം ഡിഷുകൾ ഉണ്ടാവുന്നത്. എല്ലാവരും ചുറ്റിരുന്ന് കറക്കി കഴിക്കണം.
ഇതാണ് രീതി. അതുപോലെ തന്നെ ചൈനയിൽ ചെല്ലുമ്പോൾ ഒരു അവസ്ഥയാണ് ഇതുപോലെ ചൈനീസ് ടീ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് നിറയുന്തോറും ഇത് തരും, ചായ തരും, അതുപോലെ സിഗരറ്റും. ആ, ചായയും സിഗരറ്റും എവിടെ ചെന്നാലും തരും. സിഗരറ്റ് വലിക്കുന്നവർ വിളിച്ചാൽ മതി. ഞാൻ എല്ലാ ദിവസവും റൂമിലെത്തുമ്പോൾ ഓരോ പാക്കറ്റ് ഉണ്ടാവും. കാരണം ഓരോന്നോരോന്ന് കിട്ടി പല സ്ഥലത്തും മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പോൾ. ഭക്ഷണമൊക്കെ കഴിച്ച് ഇനി പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം. കാരണം വരും ദിവസങ്ങളിൽ ഒരുപാട് പുതിയ കാഴ്ചകളിലേക്ക് പോകാനുള്ളതാണ്. ഇനി അടിപൊളി ഇടിവെട്ട് കാഴ്ചകളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും ബൈ.